അസ്സലാമു അലൈക്കും. മൊഗ്രാൽ ദിസ് വീക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ ആഴ്ചയിലെ ചില പ്രധാന സംഭവങ്ങൾ. പെർവാട് ഇനാറ മസ്ജിദിൽ ജുമാക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. ജുമാ ആരംഭത്തോട് അനുബന്ധിച്ച് കേരളത്തിലെ പ്രഗത്ഭ പ്രാസംഗികന്മാരുടെ മതപ്രഭാഷണത്തിനും തുടക്കം കുറിച്ചു. എല്ലാത്തിനും അറബി എടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. നന്മ നൽകുന്നതെങ്കിൽ നമ്മുടെ നാട്ടിൽ അല്ലാഹു അഭിനന്ദനായ ഹാജി സാഹിബ് അവർക്ക് അല്ലാഹു കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഇത്തരം ഒരു നന്മ ഇവിടെ ഉണ്ടായതെങ്കിൽ ഈ ഇരിക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയുന്നു, ജാടകളില്ലാതെ അഹങ്കാരങ്ങളില്ലാതെ നാട്ടിൽ നന്മ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച മാത്രം ചെലവഴിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ബിസിനസ്സിൽ ബർക്കത്തുണ്ടാകാനും ആഫിയത്തുണ്ടാകാനും എല്ലാ നിലയ്ക്കുമുള്ള സന്തോഷം അദ്ദേഹത്തിനും കുടുംബത്തിനും ലഭിക്കാനും. മൊഗ്രാൽ മാപ്പിള കലാകേന്ദ്രത്തിനോടുള്ള അവഗണനയ്ക്കെതിരെ കേരള ദേശീയവേദി മൊഗ്രാൽ യൂണിറ്റ് സംഘടിപ്പിച്ച പ്രതിഷേധ യോഗത്തിൽ നിന്ന് കാലം പോയി കാലമായി ഖിയാമത്ത് നാളിന്റെ അലമത്ത് കാണുന്നേ. കോലങ്ങൾ പലതും കെട്ടി മനുഷ്യരിന്ന് കേമനാണെന്ന് ധരിച്ചിടുന്നേ, കേമനാണെന്ന് ധരിച്ചിടുന്നേ. കാലം പോയി കാലമായി ഖിയാമത്ത് നാളിന്റെ അലമത്ത് കാണുന്നേ. കോലങ്ങൾ പലതും കെട്ടി മനുഷ്യരിന്ന് കേമനാണെന്ന് ധരിച്ചിടുന്നേ, കേമനാണെന്ന് ധരിച്ചിടുന്നേ. മാപ്പിള കലാ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ഇന്നത്തെ സൂര്യാവസ്ഥയെ കുറിച്ച് നാട്ടുകാരുമായി സംവദിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. ദേശീയവേദിയുടെ സന്നദ്ധ പ്രവർത്തകരെ നേതാക്കൾ ഇന്ന് ഈ ദേശീയവേദി സംഘടിപ്പിച്ച ഈ കൂട്ടായ്മ നാട്ടുകാരുടെ എല്ലാ കലാപഠന ഗവേഷണ കേന്ദ്രം ഇന്ന് നിർജീവമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ച് ജീവിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള തരുളേ വനത്തിൽ പോക പോകാതെ മകനെ എൻ കരളിൽ പൂമോനെ. തരുളേ വനത്തിൽ പോക പോകാതെ മകനെ എൻ കരളിൽ പൂമോനെ. എം.എ. മുഹമ്മദ് വേദിയിലിരിക്കുന്ന സാംസ്കാരിക രാഷ്ട്രീയ തനിമ അബ്ദുള്ള, പ്രിയപ്പെട്ട വേദിയിലിരിക്കുന്ന അധികം വരുമാ നാഗശുഭാശോഭമണി മാറുണ പേരാനൊരെ നാസ്തിപ്പിണി ജാസ്തി അണി വാസ്തവമാരാ അലങ്കാരവേറിയ നബിയല്ല
മാവി മാടി കെട്ടി ഇളങ്ങിപ്പൻ കാതിരെ അമിനെന്ന പദവിയിൽ വളർന്നവൻ വലുതായി അട്ടാശിച്ചു മറിച്ചുള്ള അബുജാഹിലെ വിറച്ചില്ലേ അമ്പരവാതി തുറന്നില്ലേ അലങ്കാരമേറിയ നബിയല്ലേ അവനരുളിയ നബിയല്ലോ അബ്ദുള്ള സുതനല്ലോ അസ്റഫുൽ ഖൽഖാൻ അറിയൂലെ അലങ്കാരമേറിയ നബിയല്ലോ അവരുടെ തിരുമൊഴിയിൽ അവർ പിന്നിലോതി പരിശുദ്ധമതത്തിന്റെ പദവിയിലും തേടി പകയാളർ കുറേശിയിൽ കാതിരാണെന്നോതി പരനുടെ തിരുമൊഴിയിൽ അവർ പിന്നിലോതി പരിശുദ്ധമതത്തിന്റെ പദവിയിലും തേടി പകയാളർ കുറേശിയിൽ കാതിരാണെന്നോതി. മൊഗ്രാൽ സാധു സഹായ സംരക്ഷണ സമിതി വിജയകരമായി സംഘടിപ്പിച്ച പഞ്ചദിന മതപ്രഭാഷണ പരമ്പരയ്ക്ക് ഉജ്ജ്വലമായ പരിസമാപ്തി. അധികം മനുഷ്യർക്ക് വേണ്ടിയാണ്, അധികം ജിന്നുകൾക്ക് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ മനുഷ്യരിൽ ഞാനും നിങ്ങളും പെടുമോ എന്നെനിക്കോ നിനക്കോ പറയാൻ പറ്റുമോ? ഇല്ല ഇല്ല. നേരം വെളുത്ത് ഇത്രയും നേരമായ അല്ലാഹുവേ, 100 പാപങ്ങൾ ചെയ്തതല്ലോ, 100 കുറ്റങ്ങൾ ചെയ്തതല്ലോ. ഒരൊറ്റ ഘട്ടമെങ്കിലും അല്ലാ നിന്റെ അടുക്കലേക്കൊന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്റെ പാപങ്ങളൊന്ന് ഇറക്കി വെക്കാം, എനിക്ക് അവസരം ലഭിച്ചില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് കരയാൽ ഇവിടെ ഇരിക്കുന്ന മുസ്ലിമേ എനിക്കും നിനക്കും കഴിഞ്ഞോ? ഇല്ല. അതുപോലെ തന്നെ ഷിഹാബ് സുഹൃത്തുമുള്ള ദുആ ചെയ്യാൻ 5000 രൂപ, അബ്ദുസമ്മദ് പൈവളിയ ദുആ ചെയ്യാൻ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ വേണ്ടി ഇവിടെ ഏൽപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച മൊഗ്രാലിൽ വെച്ച് നടന്ന ചില കല്യാണ വിശേഷങ്ങൾ. മുഹമ്മദ് ഷാൻ്റെ ദുബായ് സന്ദർശനത്തിലുണ്ടല്ലോ, മുഹമ്മദ് ഷാൻ ഏറ്റവും ഒരു ആഗ്രഹം പൂർത്തിയായി, ഇത് മറഡോണ നേൽക്കണ്ട്. അല്ല, അത് ശരിയല്ല. ശരിക്കും പറഞ്ഞാൽ മറഡോണന്റെ ഒരു ആഗ്രഹമായിരുന്നു, അന്ത്യാഭിലാഷം, ഒരു മുഹമ്മദ് ഷാനെ കാണലെന്ന് പറഞ്ഞത്. മറഡോണന്റെ അന്ത്യാഭിലാഷം പൂർത്തിയായി. അതാണ് സംഭവിച്ചത്. നിങ്ങളെ മോന് ഈ ഫുട്ബോളിന്റെ ഇതിലേക്ക് വന്നിട്ടേ ഇല്ല, എന്തുകൊണ്ട്? അങ്ങനെ മോരാൽ ഇപ്പൊ ഫുട്ബോൾ കളിക്കാത്ത ആരും കൊണ്ടാ? അമ്മ എന്താ വെച്ചാൽ എത്ര ഗോൾ അടിച്ചില്ല കളി തുടങ്ങുന്നതിന് പിന്നെ? എന്ത് പ്രസിഡന്റ്, ഇതെന്ത് ധർണ, എന്ത് സംഭവം? എന്തത്? പ്രധാനമന്ത്രി രാജിവെക്കുമ്പോൾ നിരാഹാര സത്യാഗ്രഹം. ലോക്പാലൊന്നും വേണ്ടേ? ലോക്പാലും വേണം. അതെല്ലാം അഴിമതിക്കും അനീതിക്കും അക്രമത്തിനുമെതിരായി പുതിയൊരു പാർട്ടി രൂപം നൽകുന്നു. അതിന്റെ പേരാണ് നിങ്ങളെ ആ മാതിരി പാർട്ടി. ഇത് നിരാഹാര ഇത് ഉച്ചക്ക് ഇപ്പൊ ചായ കുടിച്ച് വന്നത്ര ഇത് നിരാഹാരമാണ്. ഇത് എത്ര ദിവസം ആയില്ലേ? തീർക്കാനായില്ലേ? 5 മിനിറ്റ് ആയില്ല, 10 മിനിറ്റ് ആയല്ല. സർവത്തൊന്നും ഇല്ലേ? ഇപ്പോ കുമ്പള പഞ്ചായത്ത് പിടിച്ചെടുക്കലാണ് നിങ്ങളുടെ ലക്ഷ്യം. അപ്പൊ നിങ്ങൾ അധികാരത്തിൽ എത്തിയെന്ന് വിചാരിച്ചു. കുമ്പള പഞ്ചായത്തിൽ എന്തൊക്കെ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചു? തെരുവ് വിളക്കുകളും കത്തും, ആകെ കത്തും, എല്ലാം കത്തിക്കും. തെരുവ് വിളക്ക് മുഴുവനും കത്തും. മാത്രമല്ല
എങ്ങനെ കത്തിക്കൂ എങ്ങനെ കത്തിക്കൂന്ന് അത് പ്രകാശിപ്പിക്കുന്നു അല്ല അതിനെ പോയി സകലത്തിന് കത്തിച്ച് പൊടിയാക്കൂല. ജയിച്ചിട്ടായിട്ട് പറയാം. നിങ്ങൾ ആദ്യത്തെ പരിപാടി റെയിൽ തടയൽ സമരം എന്ന് പറഞ്ഞിട്ട് റെയിൽ തടവൽ അല്ലെ ആദ്യത്തെ പരിപാടി. എന്തൊക്കെയാണ് ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വൃക്ഷത്തൈ നടല് നടന്നു പോകുന്ന പാതയിൽ ബുദ്ധിമുട്ടാവാതിരിക്കാൻ വേണ്ടി വൃക്ഷത്തൈകളെല്ലാം പൊരിച്ചു മാറ്റലാണ്. നടലല്ല പൊരിച്ചു മാറ്റല്. അതാണ് ഞങ്ങൾ പ്രസിഡന്റിന് വേണ്ടി അമിച്ച കസാരക്കളി കളിക്കുന്ന ന്യൂസ് കേട്ടല്ലോ, ശരിയാണ്? നിങ്ങൾ ചരട് വലിക്കുന്നിട്ട് നിങ്ങൾ താഴെ ഇറക്കിയിട്ട് പ്രസിഡന്റ് ആവാൻ വേണ്ടിയിട്ട് വൈസ് സെക്രട്ടറി ഒരു ചരട് വലി നടക്കുന്നുണ്ട്. അസൂയക്കാർ പറഞ്ഞു വരുന്നത് ഞങ്ങൾ യാതൊരു വ്യത്യാസമില്ല. അത് പത്രക്കാരുടെ സൃഷ്ടിയാണ്. അത് വെറും മാധ്യമക്കാർ അങ്ങനെ എന്തെല്ലാം പറയും, ചന്ദ്രികക്കാരും പറയും, പിന്നെ മാതൃഭൂമിക്കാർ പിന്നെയും പറയും. സത്യപ്രതിജ്ഞ തുടങ്ങിക്കോളെ. അറബിക്കടലിലെ അലമാലകളെ വെളിച്ചെത്തുന്ന ഇളന്തല്ലിൽ കാറ്റും വെയിലും സമഞ്ജസമായി സമ്മേളിക്കുന്ന ഈ സമോഹന നിമിഷങ്ങളിൽ ഇത് സാഹിത്യ പൊട്ടിക്കുന്നല്ല, ഇത് സത്യപ്രതിജ്ഞ. പാർട്ടിയുടെ പ്രത്യേകത ഒരു അജണ്ടയാണ് ഇത്. സത്യപ്രതിജ്ഞയാണോ സാഹിത്യ പ്രതിജ്ഞയാണോ? ശ്രീനാരായണ ഗുരു ആലുവ കടപ്പുറത്തെങ്കിൽ ഇത് മോര കടപ്പുറത്താണ്. മുന്നേറുകയാണ്. അദ്ദേഹം പറഞ്ഞ പല വാക്കുകളും മനസ്സിലായില്ല. ഡിക്ഷണറി കൊണ്ടുവരേണ്ടി വരും ഇപ്പോൾ. അപ്പൊ നിങ്ങൾ ബക്കറ്റ് പിരിവ് എപ്പോൾ തുടങ്ങുന്നത്? ബക്കറ്റ് എടുക്കാനൊരു പിരിവ് വേറെ നടത്തണം. അപ്പൊ നിങ്ങൾ എത്ര മെമ്പർമാരുണ്ട് ഇപ്പൊ മൊഗ്രാലില്? ജനങ്ങൾ തീരുമാനിച്ചു, അതിനുകൊണ്ട് നിങ്ങൾ രണ്ടാൾ മാത്രം അതിനിപ്പോ ഡൽഹിക്കുള്ള ആവേശകരമായ ആവേശം കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള ഒരു സുന്ദരമായ ആ യാത്രയുടെ പേരാണ് വിലാപ യാത്ര. തെരഞ്ഞെടുപ്പെല്ലാം കഴിഞ്ഞ പാർട്ടി ഭാരവാഹികളെ എങ്ങനെയാണ് അതിന്റെ പ്രസിഡന്റും പ്രസിഡന്റ് ആയിട്ട് ഞാൻ എന്നെ തന്നെ തിരഞ്ഞെടുത്ത്. പിന്താങ്ങിയത് അത് ഞാൻ നിങ്ങൾ പിന്താങ്ങി. സ്ഥാനാരോഹണത്തിന് വേണ്ടി ഞാൻ തൊപ്പി പൊടിച്ച് പറ്റിട്ട് വെക്കുന്നു തലയിൽ. അപ്പൊ ഇനി മത്സരമില്ല, പ്രസിഡന്റിന് മത്സരമില്ല. സെക്രട്ടറിയാണ് ഞങ്ങൾക്ക് വേണ്ടത്. അല്ല, സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് വേണ്ട. എന്തറിയോ, നിങ്ങൾ രണ്ടാൾ തന്നെ ഉള്ള ഈ പാർട്ടിയിൽ. അത് ഡൽഹിയിലും ഇതേ വാക്കാണ് അവർ പറഞ്ഞത്. ആളില്ലാതെ ഇപ്പൊ തലസ്ഥാനം ഭരിക്കുന്നത് ആ മാതിരി പാർട്ടി. പാർട്ടി മൊഗ്രാൽ പ്രതിനിധികളായ അനുച്ചായും അമിത്ഷാനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, ഓൺലൈനിൽ കിട്ടിയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ചില നിമിഷങ്ങൾ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുകയാണ്. ഇതോടുകൂടി മൊഗ്രാൽ ദിസ് വീക്കിൻ്റെ ഈ ആഴ്ചയിലെ വാർത്താവലോകനം ഇവിടെ സമാപിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.